ഹായ്, എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് പെറ്റൽസിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഷീജയാണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പ്രവാസികളായ ഞങ്ങൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടും ഭാരങ്ങളുമാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്യാണ്, പുതിയ റൂമിലോട്ട് മാറുകയാണ്. അതിൻ്റെ അടുക്കിപ്പുറ കാണുന്ന കേട്ടോ. ഇത് ഞാൻ ഗ്ലാസ് എല്ലാം കൂടെ പെറുക്കി ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ടവലൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ അത് മുഴുവൻ പൊട്ടിപ്പോകും. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായൊരു ജോലിയാണ് കേട്ടോ. നാട്ടിലുള്ളവർക്ക് ഇതൊന്നും അറിയില്ല. കാരണം നിങ്ങൾ പെർമനൻ്റ് ആയിട്ടൊരു വീട്ടിലല്ലേ താമസിക്കുന്നത്, സ്വന്തം വീട്ടിൽ എല്ലാം താമസിക്കുന്നതുകൊണ്ട് അറിയില്ല. നമ്മൾ പ്രവാസികൾക്ക് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാനാണ്, നമുക്ക് സ്വന്തമായിട്ട് വീട് ഇവിടെ ഇല്ലല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇതിൻ്റെ അനുസരിച്ച് മാറും. ചില സമയത്ത് റൂമിൻ്റെ റെൻറ്റ് നോക്കും, ചില സമയത്താണെങ്കിൽ ജോലിക്ക് അടുത്തുള്ളതൊക്കെ നോക്കും. ഇതെല്ലാം കാലിയാക്കിയുണ്ടോ, ഇതെല്ലാം എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന്. ഇതിനകത്തുള്ള തുണികളെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാം പെറുക്കി കെട്ടി വെച്ചു. കുറച്ചൊക്കെ വണ്ടിയിൽ ഷിഫ്റ്റ് ചെയ്തു, കുറച്ചൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ സാധനങ്ങളൊക്കെ നമ്മൾ ടെമ്പോയ്ക്ക് കയറ്റി വയ്ക്കും കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ വണ്ടിക്ക് തന്നെ കൊണ്ടുവരും. ചെടികളൊക്കെ എല്ലാം കൊണ്ടുപോകാൻ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ ചെടികളെല്ലാം ഞാൻ മുറിച്ച് മാറ്റി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. മണ്ണും ചെടികളും എല്ലാം ഞാനങ്ങ് കൊണ്ടുപോകും. ബാക്കിയെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പീച്ചിങ്ങയാണ്. ഇത് നമ്മുടെ അകത്തിച്ചീരയാണ്. ഇതെല്ലാം കൊണ്ടുപോകാനാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്താണ് നിങ്ങളെ കാണിക്കാനായിട്ട്. നമ്മളുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ പാവലാണ്. എല്ലാം വലിച്ചു വാരി ഞാൻ ഇട്ടിരിക്കുകയാണ്. എല്ലാം ഇത് നമ്മൾ ഡസ്റ്റ്ബിനകത്തിൽ പുറത്ത് കൊണ്ട് കളഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഇട്ട് കത്തിക്കാനുള്ള പെർമിഷനൊന്നുമില്ല. പിന്നെ അവർ കച്ചട വന്നിട്ട് അവരെടുത്തിട്ട് പോയിക്കോളൂ. ഇത് വഴുതനയാണ് കേട്ടോ. ഈ എല്ലാം വല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. ഇത് നമ്മളെല്ലാം തൂത്ത് തുടച്ചിട്ട് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അതൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. നമ്മളുടെ താമസിച്ചല്ലേ, നമ്മൾ വൃത്തിയാക്കി തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെല്ലുന്ന റൂമിലും അവരതുപോലെ നമുക്ക് വൃത്തിയാക്കി തരും. അങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളത്. ഞാൻ വലിയ കവറിനകത്താക്കിയിട്ട് കച്ചറ ബോക്സിൽ കൊണ്ട് കളയുകയാണ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ കട്ടിലിൽ ഞാൻ പടർത്തിയിരുന്നതാണ് കേട്ടോ. ഒരു പഴയ കട്ടിൽ അവിടെ ഇരുന്നത്, അതിൽ ഞാൻ പടർത്തിയിരുന്നതാണ്. അവിടുന്ന് പോരുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ദൂരെ കൂടുതലാണ്. നമുക്ക് അടുത്തെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിയപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് പനിക്കൂർക്കയാണ്. തുളസി എല്ലാം ഇങ്ങ് എത്തി കേട്ടോ. മുല്ലയാണ്, വഴുതന കഴിഞ്ഞ വർഷത്തെ. ഇത് നമ്മുടെ മീൻ കുളമാണ്. കറിവേപ്പ് ഇനി ഷിഫ്റ്റ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് എന്തായി തീരുമെന്നൊന്നും അറിയില്ല. കാരണം അവർ നമ്മൾ എടുക്കുന്ന പോലൊന്നും സൂക്ഷിച്ചൊന്നും എടുക്കത്തില്ലല്ലോ. വെറുതെ ഇങ്ങനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വരുമല്ലേ. ഇതാണ് റൂമെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് അടുക്കളയാണ്. ഒരുമാതിരിപ്പെട്ട് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. ഇത് സെറ്റ് ചെയ്യണം. നമ്മൾ സാധനങ്ങളെല്ലാം പെറുക്കി വെച്ചിരിക്കുകയാണ്. മണി പ്ലാന്റൊക്കെ എടുത്ത് ഭിത്തിയിൽ നിന്നെല്ലാം അഴിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ പിന്നെ ഇടാം. കട്ടിലൊക്കെ അവിടുത്തെയാണ് കേട്ടോ. ഫർണിഷ്ഡ് ആയിരുന്നു എടുത്തിരുന്നത്. ഇനി ക്ലോക്കൊക്കെ അഴിച്ച് മാറ്റാനുണ്ട്. അലമാരെല്ലാം കാലിയാക്കി. അവരുടെ തന്നെ അലമാരയായിരുന്നു, നമ്മുടെ അല്ല കേട്ടോ. ഇനി ആ ചെടിയും ആ പോട്ടും ഇനി എടുക്കണം. നമ്മുടെ ബാത്റൂമാണ്. എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളെല്ലാം പെറുക്കിയിട്ടിട്ടുണ്ട്. ഇനിയും മണി പ്ലാന്റൊക്കെ ഇങ്ങി വരുമ്പോൾ അറിയാം എന്താവും അവസ്ഥ എന്നുള്ള കാര്യം. നമ്മൾ എടുത്ത റൂം നമുക്ക് കിട്ടിയില്ല, അതിനകത്തുള്ള ആൾ പോയില്ല. അതുകൊണ്ട് നമുക്ക് ഓണർ സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു റൂം തന്നാണിത് കേട്ടോ. ഇത് അതിനകത്തെ ഒരു അവസ്ഥയാണ്. ഞങ്ങളിപ്പോൾ അതിനകത്തുനിന്ന് വേണം നമ്മൾ എടുത്ത റൂമിലോട്ട് ഷിഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ പുതിയ റൂമിലോട്ട് മാറിയതാണേ. ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. ഇതിന് മുമ്പ് നമുക്ക് വേറെ ഒരു റൂമായിരുന്നു. അവിടുന്ന് ഇവിടെ താമസിച്ച ആൾ മാറാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലമായിട്ട് 2-3 ദിവസത്തേക്ക് ഒരു റൂം തന്നായിരുന്നു. അവിടെയായിരുന്നു. അവിടെ നിന്നെല്ലാം വലിച്ചു വാരി ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാണിപ്പോൾ നമ്മുടെ റൂമിൻ്റെ കോലം കേട്ടോ. ഇനി എല്ലാം അറേഞ്ച് ചെയ്യണം, എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. കുറേ പണികളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നു. ഇതൊന്നും കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.
ഇതാണ് റൂം കേട്ടോ. റൂമിൽ അലമാരയൊക്കെ വെച്ചു, കട്ടിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ കണ്ടോ. തുണികളൊക്കെ കുറച്ചൊക്കെ അടുക്കി വെച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ കിടക്കുന്നു. ഇത് നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൻ്റെ റൂമാണ് കേട്ടോ. മിക്ക വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മണി പ്ലാന്റാണ് ഇത് കേട്ടോ. അവിടെ ഭിത്തിയിൽ കിടന്നതാണ്. ഇത് ഞാൻ എടുത്തിട്ട് വന്നതേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ അടിച്ചൊന്നും വെച്ചിട്ടില്ല. ഇനി ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഇത് ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. റൂമിൽ നിന്ന് ഹാളിലോട്ട് വരുന്നിടത്തുള്ളൊരു ഇതാണ്. ഇത് ഹാള്. ഇത് ചെടികളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ വാഷ്റൂമാണേ. അക്വേറിയം നമുക്ക് സെറ്റ് ചെയ്തു. കൊണ്ടുവന്ന അന്ന് ഒരു മീൻ ചത്തുപോയി. ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേന്തേ കണ്ടോ, ഒരാൾ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഇതിനകത്ത് ഒഴിക്കുന്ന മെഡിസിനൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്നോ ഫുഡ് എവിടെ വെച്ചിരിക്കുന്നതെന്നൊന്നും അറിയില്ല. ഇതെല്ലാം ഇങ്ങനെ കിടക്കുക. ഫുഡൊക്കെ പുറത്തു നിന്നാണ്. ഇത് എൻട്രൻസ് ആണ് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ പകുതി ആ പഴയ റൂമിൽ തന്നെ, എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു റൂം തന്നില്ലേ, അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കണ്ടോ. സിലിണ്ടറൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുള്ളൂ. ഫ്രിഡ്ജ് കുത്തിയിട്ട് പോലും ഇല്ല. നമ്മൾ ഫ്രിഡ്ജ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും കുത്തിയിടത്തില്ല. അതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഗ്യാസ് അല്ലേ ലീക്കായി പോവും. നമ്മൾ തിരിച്ച് പിടിച്ചല്ലേ ഫ്രിഡ്ജ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഫ്രിഡ്ജ് എനിക്ക് കുത്തണം. ഇടയ്ക്ക് തന്ന റൂമിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്തിലിപ്പുണ്ട്, അതെല്ലാം കൊണ്ട് വെക്കണം. ഇതാണ് കിച്ചൺ കേട്ടോ. തീരെ ചെറിയ കിച്ചണാണ്. ഞാൻ നേരത്തെ താമസിച്ച് വലിയ കിച്ചണായിരുന്നു. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ. എല്ലാം ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിരിക്കുകയാണ്, എല്ലാം അടുക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇത് നമ്മുടെ ഷെൽഫാണേ. ഇത് കിച്ചണിനകത്തിലാണ് വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിരിക്കുന്നത്. സ്റ്റൗ ഒന്ന് ഞാൻ കുത്തിയതേ ഉള്ളൂ. ഇനി നാളെ മുതൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങണം. ഇന്ന് ലീവാണ്. ഇത് ഓവനാണ്. ഓവനൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വെച്ചതേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുക. ഇത് നമ്മൾ തുറന്ന് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴാണ്. ഇത് നമ്മുടെ മുറ്റം. എൻ്റെ മോൻ്റെ സൈക്കിളാണ്. മോൻ ഇവിടെ ഇല്ല, മോൻ നാട്ടിലാണ്. അത് തുണി നനച്ച് ഇങ്ങനെ ഇട്ടിരിക്കുക. ഇത് നമ്മുടെ ചെടികളൊക്കെയാണ് കേട്ടോ. എല്ലാം ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും ഷിഫ്റ്റിങ്ങിന് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ എല്ലാം വെള്ളം ഒഴിക്കാൻ എല്ലാം അറേഞ്ച് ചെയ്യാനിരിക്കുകയാണ് കേട്ടോ. കറിവേപ്പൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. വന്നിട്ട് പിന്നെ യൂണിഫോമൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കഴുകി കിട്ടി. എവിടെ ഇടാനാ, സ്ഥലമൊന്നും ഇല്ലല്ലോ, ഒന്നും അറേഞ്ച് ആയില്ല. ഇത് നമ്മുടെ മീൻകുളമാണ് കേട്ടോ. മീനെല്ലാം അവർ ഷിഫ്റ്റ് ചെയ്തായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തുള്ള മീനെ നമ്മൾ വെള്ളമെല്ലാം പറ്റിച്ച് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് കേട്ടോ. ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് 3-4 ദിവസമായി. കാരണം ഫുഡ് എവിടെ ഇരിക്കുന്നതെന്നോ അല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മെഡിസിൻ എവിടെ ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല. ഇത് ആ ചൂടത്ത് തുളസി ഇങ്ങനെ ആയിപ്പോയി. കറിവേപ്പിന് അതിലൊരു തുളസി ഉണ്ടായിരുന്നു, അത് ഞാൻ ഒടിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇനി അത് കിളിർത്ത് വരും. ഇതിനിയും ചൂടായതുകൊണ്ട് ഇങ്ങനെ തണുപ്പാകുമ്പോൾ ശരിയായിക്കോളും. എല്ലാം ഒന്ന് സെറ്റായിട്ടൊക്കെ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇനിയും ഒത്തിരി ടൈം എടുക്കുന്നു സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങോട്ട് റൂമുണ്ട് കേട്ടോ. ഇത് ഞാൻ ബാക്കിൽ എടുത്തതാണ്. കാരണം എനിക്ക് ചെടിയൊക്കെ വെക്കാനുള്ള സൗകര്യം നോക്കിയിട്ട് എടുത്താണ്. ഫ്രണ്ടിലൊക്കെ ആകുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഷൂറാക്കാണ് കേട്ടോ. കൊച്ചിൻ്റെ സൈക്കിളാണ്. കൊച്ച് നാട്ടിൽ പോയപ്പോൾ ഇവിടെ വെച്ചിട്ട് പോയതാണ്. അവനിവിടെ വരുമ്പോൾ ഇത് ഉപയോഗിക്കും. നാട്ടിൽ വേറെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവന് സമ്മതിക്കുകയില്ല ഇതാർക്കും കൊടുക്കാനായിട്ട് തന്നെ. ഇതാണ് കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ. ചെടിയൊക്കെ ഇനി അപ്പുറത്തിരിക്കുന്നേ ഉള്ളൂ, കുറച്ചുകൂടി എടുക്കാനുണ്ട്. ഹാള് കണ്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ്. ഇനി എല്ലാം അടുക്കി പെറുക്കിയിട്ടൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഒരു പ്രവാസികളുടെ ഒരു അവസ്ഥയാണിത് കേട്ടോ. നാട്ടിലത്തെ പോലെ നമുക്ക് പെർമനൻ്റായിട്ട് റൂമോ അല്ലെങ്കിൽ വീടോ ഇല്ലല്ലോ. നമുക്ക് റൂമിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാനിപ്പോൾ 1 വർഷം മുമ്പ് റൂമിൽ നിന്ന് മാറിയതാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് കുറച്ച് ദൂരെയാണ്. അതുകൂടാതെ പിന്നെ മുകളിൽ സീലിങ്ങിൽ നിന്ന് ഇങ്ങനെ ഡ്രോപ്പായിട്ട് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരത് എന്തൊക്കെ ചെയ്തിട്ട് പിന്നെ അത് മാറുന്നില്ലായിരുന്നു.
അപ്പം പിന്നെ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റൂം മാറിയതാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നതിന് അടുത്താണ്, വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് ഇനി ഞാൻ വീഡിയോ ആക്കി ഇടാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം, എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്